ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ വർഷം വരാൻ പോകുന്ന ഒരു മൂവിയാണ് കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് തീപ്സ് എന്ന് പറയുന്നത്. വരുന്ന മെയ് 10-ാം തീയതിയാണ് റിലീസാകാൻ പോകുന്നത്. ഈ ഒരു പടത്തിൻ്റെ ഒരു പ്രത്യേകത പലർക്കും അങ്ങനെ അറിയത്തില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതായത് ഇതിനൊരു ഇമ്പോർട്ടൻസ് ഞാൻ കൂടുതൽ കൊടുക്കാനുള്ളൊരു കാരണം നിങ്ങൾക്ക് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ കണ്ടിട്ടുള്ള വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവിയിൽ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സ്റ്റോറി ലൈനാണ് ഈ ഒരു പടത്തിൽ കൂടെ അവർ കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു ഒറിജിനൽ സ്റ്റോറി എന്നുള്ളൊരു സംഭവം ഓൾറെഡി 1968 ഈ ഒരു മൂവിയുടെ ഒരു ഓൾഡർ വെർഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ വെർഷൻ പണ്ട് റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്റ്റോറിയിൽ നിന്ന് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മൾ 2011 വന്നിട്ടുള്ള റൈസ് ഓഫ് ദ പ്ലാനറ്റ് ഓഫ് തീപ്സ് എന്നുള്ളൊരു മൂവി മുതൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര റിയലിസ്റ്റിക്കും ഗ്രൗണ്ടഡും ആയിട്ടാണ് അവർ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അതിനകത്ത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിമ്പാൻസി രീതിയിലുള്ള CGI ചിമ്പാൻസിനെയാണ് അവർ കാണിച്ചെങ്കിലും 1968 വന്നിട്ടുള്ള ആ ഒരു സ്റ്റോറിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു എയ്പ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഹ്യൂമണൽ ടച്ചിലും ആ ഒരു ലുക്കിലേക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് CGI VFXൻ്റെ പരിമിതി കൊണ്ട് അവർ പ്രാക്ടിക്കൽ എഫക്റ്റിലൂടെയാണ് ആ ഒരു സംഭവങ്ങളൊക്കെ അവർ പരമാവധി കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു സ്റ്റോറി അല്ല നമ്മൾ 2011 തൊട്ട് വന്നിട്ടുള്ള ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു ഒറിജിനൽ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു 1968 വന്നിട്ടുള്ള ആ ഒരു ഒറിജിനൽ ടൈം ട്രാവൽ കോൺസെപ്റ്റിലുള്ള ആ ഒരു കഥ ഈ വരാൻ പോകുന്ന നമ്മുടെ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് തീപ്സ് മുതൽ അവർ കാണിച്ച് തുടങ്ങാൻ പോകുന്നേ ഉള്ളതെന്നുള്ളൊരു സംഭവമാണ് നമുക്ക് ആദ്യത്തെ ടീസർ ട്രെയിലറിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഏറ്റവും വലിയൊരു തെളിവ് അല്ലെങ്കിൽ ഒരു സംഭവം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു പടത്തിനകത്ത് മെയിൻ 2 പ്രൊട്ടഗണിസ്റ്റാണ് വരാൻ പോകുന്നത്. ഒന്ന് ചിമ്പാൻസിയുടെ സൈഡിൽ നിന്ന് നോവ എന്നുള്ളൊരു മെയിൻ എയ്പ്പും, അതായത് നമ്മുടെ കഴിഞ്ഞ മൂവിക്കകത്തുള്ള സീസർ എന്നുള്ള ആ ഒരു എയ്പ്പുകളുടെ തലമുറയിൽ പെട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ നോവ എന്ന് പറയുന്ന ഈ ഒരു ചിമ്പാൻസി. പക്ഷേ ഇവിടുത്തെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 300 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പം എത്രമാത്രം തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് നമുക്ക് ഇതിൽ കൂടെ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മൾ ഈ ഒരു പടത്തിനകത്ത് കാണാൻ പോകുന്ന മറ്റൊരു ഹ്യൂമൻ ക്യാരക്ടറിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രേയ ആലൻ എന്നുള്ള ആക്ട്രസ് അഭിനയിക്കാൻ പോകുന്ന മെയ് എന്നുള്ള ക്യാരക്ടറിനെയാണ് നമ്മൾ ഈ ഒരു പടത്തിൽ കാണാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു പടത്തിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സംഭവം എന്തോണം നോക്കുകയാണെങ്കിൽ ടീസർ ട്രെയിലറിനകത്ത് നമുക്ക് കാണാം ആ ഒരു പടത്തിനകത്തുള്ള കണക്ക് മറ്റ് ആ ഒരു ഏർലി ഹ്യൂമൻ അല്ലെങ്കിൽ ആദ്യമ മനുഷ്യരെ പോലത്തെ ക്യാരക്ടേഴ്സിനും അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാരക്ടേഴ്സിനും നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റും. ആദ്യത്തെ ഒരു ഒറിജിനൽ 1968 വന്നിട്ടുള്ള സ്റ്റോറിക്കകത്തും ഏകദേശം സിമിലർ ആയിട്ടുള്ള സംഭവം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ഫ്രേയ ആലൻ അഭിനയിക്കുന്ന ഈ മെയ് എന്നുള്ള ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ആദിമ മനുഷ്യൻ്റെ ആ ഒരു സിമിലറായിട്ടുള്ള ആ ഒരു മനുഷ്യരല്ല ഇതിനകത്ത് കാണിക്കുന്നതെന്ന് ട്രെയിലറിൽ തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. കാരണം ഒരു സീനിൽ ഈ നോവ എന്നുള്ള എയ്പ്പ് നമ്മുടെ ഈ ഒരു മെയ് എന്നുള്ള ക്യാരക്ടറിനെ എടുത്തുകൊണ്ട് ഒരു മല കയറുന്ന രീതിയിലുള്ളൊരു ഷോട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഷോട്ടിനകത്ത് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടർ, അതായത് ഹ്യൂമൻ ക്യാരക്ടറായിട്ടുള്ള മെയ് ഇട്ടിട്ടുള്ള ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ ഒരു ആസ്ട്രോനറ്റിൻ്റെ ഒരു സ്യൂട്ട് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പെട്ടെന്നൊന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല, ഇച്ചിരി ഡാർക്കറായിട്ടുള്ളൊരു സീനാണ്. അപ്പം ഈ ഒരു സീൻ നോക്കുമ്പം ഈ ഒരു ക്യാരക്ടർ ഒരു ആസ്ട്രോനറ്റിൻ്റെ സ്യൂട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ആസ്ട്രോനറ്റ്, അതായത് ഈ ഒരു 300 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ ഇപ്പം എവിടെ നിന്ന് വന്നെന്ന് എല്ലാവർക്കും പല ഡൗട്ടും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ 1968 വന്നിട്ടുള്ള പ്ലാനറ്റ് ഓഫ് തീപ്സ് എന്നുള്ള മൂവി കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ കാര്യം കത്തിയിട്ടുണ്ടായിരിക്കും. അപ്പം ഈ ഒരു ക്യാരക്ടർ എവിടെ നിന്ന് വന്നെന്ന് ഇപ്പോൾ സിമ്പിളായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ റൈസ് ഓഫ് ദ പ്ലാനറ്റ് ഓഫ് തീപ്സ് തൊട്ട് നമ്മുടെ വാർ ഫോർ ദ പ്ലാനറ്റ് ഓഫ് തീപ്സ് എന്നുള്ള പടം നടക്കുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതായത് മനുഷ്യർ ഭൂമിയിൽ എക്സിസ്റ്റഡ് ചെയ്തിട്ടുള്ള ആ ഒരു സമയം, അവിടുന്ന് 300 വർഷങ്ങൾ ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ ഈ ഒരു മെയ് എന്നുള്ള ക്യാരക്ടറായിട്ട് ഈ ഒരു പടത്തിൽ കൂടെ കാണാൻ പോകുന്നത്. അപ്പം ഇത് എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പലർക്കും ഇപ്പോഴും നല്ല കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ടൈം ട്രാവൽ കോൺസെപ്റ്റ് ഈ ഒരു പടത്തിൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് 2011 വന്നിട്ടുള്ള റൈസ് ഓഫ് ദ പ്ലാനറ്റ് ഓഫ് തീപ്സ് മൂവിക്കകത്ത് ജസ്റ്റ് ഒന്ന് അവർ ടീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അതിനകത്ത് 2 ഈസ്റ്റർ എഗ്ഗാണ് തന്നിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഒരു ന്യൂസ്, അതായത് TV ഒരു ന്യൂസ് കാണിക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് കാണിച്ചിട്ടുള്ളത്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇക്കാരിസ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഷിപ്പ് മാർസിലേക്ക് എൻ്റർ ആയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് അതിനകത്ത് ഒരു ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു പടത്തിൻ്റെ ഒരു ഏകദേശം പകുതി കഴിയുന്ന സമയത്ത് ഒരു ന്യൂസ് പേപ്പർ വരെ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് വന്നിട്ടുള്ള ഒരു ഈസ്റ്റർ എഗ്ഗ് എന്ന് പറയുന്നത് ഏതോ ഒരു സ്പേസ് ഷിപ്പ്, അതായത് സ്പേസിൽ വെച്ചിട്ട് കാണാതായിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഒരു ന്യൂസും ആ ഒരു പടത്തിനകത്ത് ജസ്റ്റ് ഒരു ടീസ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെ ആയിരിക്കണം ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഫ്രേയ ആലൻ അഭിനയിക്കാൻ പോകുന്ന ഈ മെയ് എന്നുള്ള ക്യാരക്ടർ മിക്കവാറും ഈ ഒരു സമയത്ത് സ്പേസിലേക്ക് പോയിട്ട് കാണാതായിട്ടുള്ള ആ ഒരു സ്പേസ് ഷിപ്പിൽ നിന്ന് തിരിച്ച് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ആസ്ട്രോണറ്റ് ആയിരിക്കണം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. മിക്കവാറും ഈ ഒരു പടം എന്നുള്ളത് ഭയങ്കര രീതിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലോട്ടിലായിട്ടാണ്
പോകാൻ പോകുന്നതെന്ന് നമുക്ക് ഇതിൽ കൂടെ തന്നെ ഏകദേശം ഉറപ്പിക്കാൻ പറ്റും. അപ്പം എന്തായാലും ഈ ഒരു കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി എർത്ത് എന്നുള്ള ഈ ഒരു പടം ഈ ഒരു ടൈം ട്രാവൽ കോൺസെപ്റ്റിലോട്ടൊക്കെ പോകുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ ആ ഒരു 1960s തൊട്ട് വന്നിട്ടുള്ള ആ ഒരു മൂവി ഫ്രാഞ്ചൈസി കണ്ടവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഈസ്റ്റർ എഗ്ഗും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് അവർക്ക് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഈസ്റ്റർ എഗ്ഗ് കേട്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവിക്ക് വേണ്ടി ആരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പ്ലാനറ്റ് ഓഫ് തീവ്സ് മൂവി ഫ്രാഞ്ചൈസിക്കകത്തുള്ള അപ്ഡേറ്റ്സും അതേപോലെ തന്നെ തിയറി ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിലേക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.